നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ വിഷയം ടെക്നിക്കൽ ഗ്ലിച്ചസ് ആണ്. ബ്രോക്കർ ടെർമിനലിലും അതേപോലെ തന്നെ നിങ്ങളെ ട്രേഡിംഗ് ആപ്പിലും ഒക്കെയുള്ള ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള മിസ്റ്റേക്കുകൾ അവ എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ ബ്രോക്കേഴ്സിനാണ് കൂടുതലായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഒക്കെ കഴിഞ്ഞൊരു 2 വർഷങ്ങളായിട്ട് അവർ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മിറ്റിഗേഷൻ സ്ട്രാറ്റജി, നമ്മൾ ഇതിനെ ഒക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത്, ഇവയെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. ഒരു തവണയെങ്കിലും ഒരു ടെക്നിക്കൽ എറർ നിങ്ങളുടെ ബ്രോക്കറുടെ മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ വെബ് ഇൻ്റർഫേസിലോ അനുഭവപ്പെടാത്തവരായിട്ട് ആരും കഴിഞ്ഞൊരു 1 വർഷമായിട്ടെങ്കിലും ട്രേഡ് നടത്തുന്നവർ ആരും ഉണ്ടാകില്ല. ചിലപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ സെല്ലാകില്ല. ഓൺലൈനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ബ്രോക്കറുടെ എക്സ്ചേഞ്ച് ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടാകില്ല. ചിലപ്പോൾ നിങ്ങൾ ഫണ്ട്സ് ആഡ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറ്റുന്നുണ്ടാകില്ല. ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്ക്വയർ ഓഫ് ചെയ്യാനോ ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനോ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അത് നടക്കുന്നുണ്ടാകില്ല. നിങ്ങൾ 1000 രൂപ പ്രോഫിറ്റ് എന്നോ അല്ലെങ്കിൽ 10000 രൂപ പ്രോഫിറ്റ് എന്നോ കണ്ടതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ബ്രോക്കറുടെ ടെർമിനൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനും വേണ്ടി ചെല്ലുമ്പോഴത്തേനും 10000 രൂപ നഷ്ടത്തിലേക്ക് കൂപ്പികുത്തിയിരിക്കാം എന്നുള്ള അനേകം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 11:05 എന്ന് പറയുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യണമെന്ന് തോന്നിയ ഒരു കാര്യം 11:06 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ ഈ ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബ്രോക്കർ ടെർമിനലിൽ അനുഭവപ്പെടുന്നത്, അതുപോലെ ആപ്പിലൊക്കെ അനുഭവപ്പെടുന്നത് പലപ്പോഴും നമ്മളുടെ ലാഭങ്ങൾ നഷ്ടങ്ങളാക്കി മാറ്റിയേക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇതിനെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റലി സൈൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും ബ്രോക്കർ അടുത്ത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുന്നതിൻ്റെ അകത്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണാൻ കഴിയും ഈ പറഞ്ഞതുപോലെ ബിയോണ്ട് ദ കൺട്രോൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നതിന് അവർക്ക് പ്രത്യേകിച്ചൊന്നും വാറണ്ട് ചെയ്യുന്നില്ല. അതൊന്നും അവർ പ്രത്യേകിച്ചൊന്നും നഷ്ടപരിഹാരം തരാനുള്ള വകുപ്പുകളൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നടപടികളൊക്കെ നമ്മൾ എക്യുപ്ഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം 1 വർഷമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മൊത്തം ലാഭം ചിലപ്പം ഒരു ദിവസത്തെ 2 മിനിറ്റുകൾ കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് അടുത്ത കാലത്തായിട്ട് നമ്മുടെ US സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. റോബിൻഹുഡ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു ബ്രോക്കിംഗ് ഫേമാണ് US. അപ്പോൾ അവർ സംഭവിച്ച ഒരു കാര്യം, അപ്പോൾ ഈ ബ്രോക്കിംഗ് ഹൗസിൻ്റെ അടുത്ത് അവരുടെ ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് സംഭവിച്ചു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മോസ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി അവരൊരു റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തി. അതായത് 25:1 എന്ന് പറയുന്ന റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. അതായത് 25 സ്റ്റോക്കുകൾ ഒന്നിച്ചു കൂടിച്ചേർന്ന് ഒറ്റ സ്റ്റോക്കാവും. അപ്പം ഇന്നലെ വരെ 1 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ ഇന്നത്തെ വില 25 രൂപയായിട്ട് സാധാരണ രീതിയിൽ മാറും. അതിനനുസരിച്ച് ഫേസ് വാല്യൂ മാറും. അപ്പോൾ ഇന്നലെ വരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 25 സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിയുമ്പോൾ ഒറ്റ ഷെയറേ ഉണ്ടാകുള്ളൂ. അതിൻ്റെ വില 25 ഇരട്ടിയോളം ഉണ്ടായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ കാര്യം. പക്ഷേ കോസ്മോസ് ബ്രോക്കറിൻ്റെ ബാക്ക് എൻഡിൽ സംഭവിച്ച ഒരു കാര്യം, ഇത് സ്കെയിൽ ചെയ്തില്ല. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ 25 സ്റ്റോക്കുകൾ ഉണ്ട് എങ്കിൽ എന്ത് സംഭവിച്ചു? സ്റ്റോക്ക് ഒന്നായി മാറിയില്ല. 25 എണ്ണം തന്നെ അവിടെ എണ്ണം കാണിച്ചു, പക്ഷേ പ്രൈസ് മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടിയതായിട്ട് കണ്ടു, എല്ലാവരും സെല്ല് ചെയ്തു, 25 എണ്ണവും സെല്ല് ചെയ്തു. അപ്പോൾ ഒരെണ്ണം കയ്യിലുള്ള ആൾ 25 എണ്ണം സെല്ല് ചെയ്തു. അപ്പോൾ എന്തായി? ഷോർട്ട് സെല്ലായി, ഷോർട്ട് ഡെലിവറി ആയി. സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലൊക്കെ കണക്കിലൊക്കെ ആണെങ്കിൽ ഷോർട്ട് ഡെലിവറി ചെയ്തതിൻ്റെ എല്ലാ പെനാൽറ്റിയും ഓപ്ഷനും ഒക്കെ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കും, ബ്രോക്കറുടെ ഇതാണെങ്കിൽ പോലും. പക്ഷേ ഇവിടെ സംഭവിച്ച കോസ്മോസ് അതെല്ലാം എന്ത് ചെയ്തു? സെറ്റിൽ ചെയ്തു. കോസ്മോസ് പൂൾ അക്കൗണ്ട്സിൻ്റെ അകത്തുനിന്ന് സ്വന്തമായിട്ട് വാങ്ങിച്ച ആ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് സെറ്റിൽ ചെയ്തു. കസ്റ്റമേഴ്സ് ആരും ഇത് അറിഞ്ഞുമില്ല. ഇതേപോലുള്ള ഒരു കേർട്ടസി, ഇതേപോലുള്ള മര്യാദകൾ നമ്മുടെ നാട്ടിലുള്ള ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കാൻ വയ്യ, അത് ചെയ്യുന്നുമില്ല. ഇത് ഞാനൊരു ബ്രോക്കർ കേർട്ടസിയുടെ കഥ പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു ബ്രോക്കർക്ക് വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ല, ടെക്നിക്കൽ ഗ്ലിച്ചസ് കൊണ്ട് നഷ്ടം വന്നായിരുന്നു. പക്ഷേ 2011 ഒരു വിധി നിലനിൽക്കുന്നുണ്ട്. അതായത് ബ്രോക്കേഴ്സ് ടെക്നിക്കൽ ഗ്ലിച്ചസിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞിട്ട് മുംബൈ ഹൈക്കോർട്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. പക്ഷേ അതിപ്പോൾ പ്രാബല്യത്തിലില്ല. വിവേക് ശർമ്മ വേഴ്സസ് റിലയൻസ് സെക്യൂരിറ്റീസ് ആയിരുന്നു ആ ഒരു കേസ്.
NSE ആർബിട്രേഷൻ പാനലിൽ നിന്നും കടന്നിട്ട് ഡൽഹി ഹൈക്കോർട്ടിലേക്ക് ചെന്നു. ഡൽഹി ഹൈക്കോർട്ടിൻ്റെതായിരുന്നു വിധി. എങ്കിൽ പോലും ഇതിപ്പോൾ ബാധകമായിട്ട് കണക്ക് കൂട്ടാൻ വയ്യ. അപ്പോൾ ടെക്നിക്കൽ ഗ്ലിച്ചസിനെ കുറിച്ചുള്ള കംപ്ലയിൻസ് നമ്മൾ സാധാരണ പറയാറ് ടൈപ്പ് 5 കംപ്ലയിൻസ് ആണ്. അപ്പോൾ NSEയുടെ ഡാറ്റ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ടൈപ്പ് 5 കംപ്ലയിൻസ് 2022 അതായത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. സെറോദയ്ക്കെതിരെ ടൈപ്പ് 5 കംപ്ലയിൻസ് 198 ഉണ്ട്. ടോട്ടൽ 1A കംപ്ലയിൻസിൻ്റെ അകത്ത് 445 ഉള്ളതിൻ്റെ അകത്ത് ഏകദേശം 44% കംപ്ലയിൻസും വന്നിട്ടുള്ളത് ടെക്നിക്കൽ ഗ്ലിച്ചസിനെ കുറിച്ചാണ്. 5 പൈസയെ കുറിച്ച് 53% കംപ്ലയിൻസ് ആണുള്ളത്. ഏഞ്ചൽ 1 45%. അങ്ങനെ താഴോട്ട് പോകുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും കുപ്രസിദ്ധിയുള്ളത് ഫിനേഷ്യയാണ്. അവരുടെ ശൂന്യ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കുപ്രസിദ്ധിയുള്ളത്. 70% മൊത്തമുള്ള കംപ്ലയിൻസിൻ്റെ അകത്ത് 70% അവരുടെ ടെക്നിക്കൽ ഗ്ലിച്ചസിനെ കുറിച്ചാണ്. കുറ്റം പറയാൻ കഴിയില്ല. കാരണം ശൂന്യ പേര് പോലെ തന്നെ 0% ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അതിൻ്റെ തക്കതായിട്ടുള്ള ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിക്കൊക്കെ ഗുണനിലവാരം കുറവാണെന്നോ ഒക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആകാൻ ഉള്ള വഴിയുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ വർഷത്തെ നോക്കാം. ഇതൊരു 2023 നമ്മൾ കഥകൾ നോക്കാം. അപ്പം ഈ ഒരു അതേ കാലഘട്ടത്തിൻ്റെ സെറോദയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 53% മാത്രമായി. 5 പൈസ 57%. ഏഞ്ചൽ 1 49%-ലേക്ക് താഴ്ന്നിട്ടുണ്ട്. കോട്ടാക് സെക്യൂരിറ്റീസ് 59%. ഈ കൂട്ടത്തിനകത്ത് അപ്സ്റ്റോക്സ് 60%, ഫിനേഷ്യ 57%. അപ്പം കുറച്ചൊരു മെച്ചപ്പെട്ടിട്ടുണ്ട് ഫിനേഷ്യ ടെക്നിക്കൽ ഗ്ലിച്ചസിൻ്റെ കാര്യത്തിൻ്റെ അകത്ത്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് കംപ്ലയിൻസ് ഫിനേഷ്യ ബഹുദൂരം മുന്നോട്ട് പോയി അതിവേഗം. ടോട്ടൽ 1A കംപ്ലയിൻസ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ജെറോദയ്ക്ക് വെറും 162 നിൽക്കുമ്പോൾ ഫിനേഷ്യയ്ക്ക് 1010 അപ്പോൾ ഫിനേഷ്യ വീണ്ടും. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉള്ളൊരു ഡൗട്ട്, ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ 90% പേര് നമ്മൾ കാണുമ്പോൾ പറയുന്നൊരു കാര്യം, എന്ത് ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നു കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ഇതെന്ത് ഈ ലാഭമുള്ളവരൊക്കെ ആരും എവിടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമുള്ളത് മിക്കവാറും അപ്പുറത്തെ സൈഡിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സൊക്കെയാണ്. കാരണം ഇവിടെ ഡീലുകൾ നടക്കുന്നത്, എക്സാമ്പിളായിട്ട് നിങ്ങളൊരു ഓപ്ഷൻ ബയറൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് അപ്പുറത്തെ എൻഡിൽ മിക്കവാറും നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇവർക്കിത് ബാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ചോദ്യം. അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ DMA ഫെസിലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഒരു ഇൻ്റർമീഡിയറി വഴി ഇല്ലാതെ ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ് ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ ലിങ്ക് ഉണ്ട്, CTCL ലിങ്ക്സ് ഉണ്ട്. അപ്പം ആ ടെർമിനൽസ് വഴി ഡയറക്റ്റ് ആക്സസ് ടെർമിനൽസ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അവരെ ഇത് ബാധിക്കണമെങ്കിൽ എക്സ്ചേഞ്ച് തന്നെ ഷട്ട് ഡൗൺ ആണ്. എക്സ്ചേഞ്ച് ഷട്ട് ഡൗൺ ആയ പിന്നെ നഷ്ടം വരത്തില്ല. അപ്പോൾ അല്ലാത്ത രീതിയിൽ സാധാരണ ട്രേഡേഴ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അവരെ ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി പുറത്ത് പറയപ്പെടുന്നത് റീറ്റെയിൽ നിക്ഷേപകരുടെ നഷ്ടങ്ങൾ മാത്രമായിരിക്കും. കാരണം ടെക്നിക്കൽ ഗ്ലിച്ചസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫയർ ഫൈറ്റിംഗ് മെത്തേഡ്സോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ഈ വിദ്യകളൊന്നും നടക്കില്ല. അപ്പോൾ ആത്യന്തികമായി നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ലാഭം പോലും ചിലപ്പോൾ വെറും 2 മിനിറ്റിൻ്റെ അകത്തോ 3 മിനിറ്റിൻ്റെ അകത്തോ ഒലിച്ചു പോയേക്കാം. ഈ ഒരു ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ് ഉള്ളത് കൊണ്ടും കൂടിയാണ് പലപ്പോഴും ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അകത്തൊക്കെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത്. വെറും ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻ്റെ ആക്സസ് കൊണ്ടോ മാത്രമല്ല, ലേറ്റൻസി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബ്രോക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശൂന്യ, അതായത് ഫിനേഷ്യയുടെ ശൂന്യ എപ്പോഴും ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടാകുന്നുണ്ട്. സ്റ്റോക്ക് ആണെങ്കിൽ IT ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം നല്ലതാണെന്നെ കുറിച്ച് നമുക്ക് അത്ര കാര്യമായിട്ടുള്ള വലിയൊരു ഐഡിയ ഇല്ല. എങ്കിൽ പോലും പലപ്പോഴും കുറേ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ട്. വലിയ ഫെസിലിറ്റീസ് ഒന്നും കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. 2022 ഡിസംബർ 5 കോട്ടാക്ക് നിയോ പ്ലാറ്റ്ഫോം അത് നാട്ടുകാരെല്ലാം വളരെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരു സമയമായിരുന്നു അത്. കാരണം അവർക്കാർക്കും ദിവസം എൻഡ് ചെയ്യുന്നതിന് സ്ക്വയർ ഓഫ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഷോർട്ട് പൊസിഷനൊക്കെ ഉണ്ടെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തിനാണ് പറയുന്നത് 2021 NSE അവരുടെ ISP പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ പോകുന്നുണ്ട്, അതും അടച്ചുപൂട്ടി കുറച്ച് മണിക്കൂറുകൾ. അപ്പോൾ എക്സ്ചേഞ്ച് ഉൾപ്പെടെ ടെക്നിക്കൽ ഗ്ലിച്ചസിന് പേരുകേട്ട ഒരു നാടാണ് നമ്മുടേത്. നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഇതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ടെക്നിക്കൽ ഗ്ലിച്ചസ് എന്തൊക്കെയാണെന്നുള്ളത്? ഒന്ന്, നമുക്ക് അറിയുന്ന പോലെ തന്നെ ISP ഇഷ്യൂസ്, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഈ പറഞ്ഞ പോലെ കണക്ടിവിറ്റിയുടെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം ബ്രോക്കർ ടെർമിനലായിട്ടുള്ളത്. കാരണം എക്സ്ചേഞ്ച് ടു ടെർമിനൽ എന്ന് പറയുന്നത് ബ്രോക്കർ ടെർമിനൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ഇഷ്യൂ ഉണ്ടാകാം, അത് സ്വാഭാവികം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പറുടെ, അതായത് ബ്രോക്കറുടെ ക്ലൗഡിൻ്റെ ഇഷ്യൂസാണ്. AWS അല്ലെങ്കിൽ ക്ലൗഡ് ഫെയർ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ക്ലൗഡ് ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വരാം. മൂന്നാമത്തെ കാര്യം, അടുത്ത കാലങ്ങളായിട്ട് ഞാൻ ചില ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ അടുത്ത് കേട്ടത്, എസ്പെഷ്യലി ചില ബ്രോക്കേഴ്സിൻ്റെ കോളിനകത്തൊക്കെ കേട്ടിട്ടുള്ള കാര്യം, ചില കുഞ്ഞു ബ്രോക്കേഴ്സ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സോ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ വഴി വളരെയധികം വലിയ പ്രൊമോഷൻ നടത്തും. ഈ പ്രൊമോഷൻ നടത്തിയിട്ട് ബൾക്കായിട്ട് കുറേ പേര് വന്ന് ജോയിൻ ചെയ്യും. പക്ഷെ നമുക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് ഉള്ളവർക്ക് മാത്രമുള്ള അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ള ബാൻഡ്വിഡ്ത്ത് നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ, IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്.
ഇത്രയും വലിയൊരു ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ IT ഇൻഫ്രാസ്ട്രക്ചർ പര്യാപ്തമല്ല. പണ്ട് കാലങ്ങളിലുള്ള വൈദ്യുത കണക്ഷൻസ് പോലെ വോൾട്ടേജ് ക്ഷാമം ഒരു നിത്യസംഭവമായിരുന്നു, പ്രത്യേകിച്ച് ഗ്രാമാന്തരീക്ഷങ്ങളിൽ. കാരണം ഒരു ബ്രോക്കറെ സംബന്ധിച്ച് ഓൺ ഫീൽഡ് സെയിൽസിൻ്റെ അകത്ത് നിന്ന് വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. ശരി, അടുത്ത ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത്ര പേരെ നമ്മൾ ഓൺ ബോർഡ് ചെയ്യിക്കും എന്നുള്ള പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേഷൻ അനുസരിച്ച് നമുക്ക് IT ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ സോഷ്യൽ മീഡിയ വഴി വൈഡ് സ്പ്രെഡ് ആയിട്ട് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല എത്ര കസ്റ്റമേഴ്സ് അടുത്ത ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച വന്ന് ഓൺ ബോർഡ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച്, എത്ര ആളുകൾ വരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കമ്പനിക്ക് ഉണ്ടെങ്കിൽ താരതമ്യേന വളരെ എളുപ്പമാണ് അതിനനുസരിച്ച് ഇവരുടെ IT ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സെബി വെറുതെ ഒന്നും ഇരിക്കുന്നില്ല. സെബി അതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബിയുടെ വക ഒരു ഫ്രെയിംവർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫ്രെയിംവർക്കിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രെയിംവർക്കായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനിയും ഇംപ്ലിമെൻറ്റേഷൻ നടന്നിട്ടില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. എങ്കിൽ പോലും അത് കേൾക്കാൻ വളരെ കാതിന് ഇമ്പമുള്ളൊരു കാര്യമാണ്. അത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ MI മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ ബ്രോക്കർ ഇവരാരെങ്കിലും ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ ഇത് അവരുടേതായിട്ടുള്ള സോഷ്യൽ ലിങ്ക് ഹാൻഡിൽസ് വഴി പബ്ലിസൈസ് ചെയ്യണം. പറ്റുമെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്, ഇൻഡിവിജ്വൽ ക്ലയൻസിന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മെസ്സേജുകൾ വഴിയോ എന്തെങ്കിലും വഴി. അപ്പോൾ പല ബ്രോക്കേഴ്സും ട്വിറ്ററിൻ്റെ അകത്തൊക്കെ ട്വീറ്റ് ചെയ്യുന്നതൊക്കെ, അപ്പോൾ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തെ പ്രോഫിറ്റിൻ്റെ 10% അത് പെനാൽറ്റി ആയിട്ട് കളക്ട് ചെയ്യും. ഇതുപോരാതെ CMDയുടെയോ CTOയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറുടെയോ 10% സാലറി അതും പെനാൽറ്റി ആയിട്ട് കളക്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഓരോ സമയത്തിനനുസരിച്ച് ഈ പെനാൽറ്റി വലുതായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം IRRA ആണ്, ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം. അത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇനിയും നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അതെന്ന് പറഞ്ഞൊരു എമർജൻസി പ്ലാറ്റ്ഫോമാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബ്രോക്കർ ആക്സസ്ഫുൾ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാൻ നമ്പറും യുണീക്ക് ക്ലയൻറ്റ് കോഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാക്കെൻഡിൽ IRRAയുടെ ബാക്കെൻഡിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ പൊസിഷൻസൊക്കെ അവിടെ കാണും. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് ട്രേഡ് നടത്താം. നിങ്ങൾക്ക് സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിന് ബ്രോക്കർക്കും അതിൻ്റെ അകത്തൊരു ലോഗിൻ ഉണ്ടാവും. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും ആ പൊസിഷൻസൊക്കെ ബ്രോക്കർക്കും മോണിറ്റർ ചെയ്യാനുള്ളൊരു ആക്സസ് ഉണ്ട്. അപ്പോൾ ഇതാണ് IRRA ഉള്ളത്, ഇൻവെസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്സസ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ഒരു ബീറ്റ വേർഷൻ ലോഞ്ച് ചെയ്തിരുന്നെങ്കിൽ കൂടിയും പിന്നെ അത് ഡൗൺ ആയെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഫ്രെയിംവർക്കിലുള്ള പ്രപ്പോസലാണ്. അതായത് ഏകദേശം 50% കൂടുതൽ, അതായത് നിങ്ങൾക്ക് 100 ക്ലയൻസ് ഉണ്ടെങ്കിൽ 150 ക്ലയൻസിന് ട്രേഡ് ചെയ്യാനുള്ള IT ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും ഒരുക്കി വെക്കണം. കൺകറൻറ്റ് ട്രേഡേഴ്സ് മാക്സിമം എത്ര വരുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഉള്ള ക്ലയൻസിൻ്റെ 50% കൂടി കൂടുതൽ ക്ലയൻസിന് ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാ സമയത്തും ഒരുക്കി വെക്കണം. ഇത് വളരെ കാലം മുമ്പുള്ള ഒരു പ്രപ്പോസലായിരുന്നു. പക്ഷേ അന്നത്തെ മിൻസ് ഓഫ് മീറ്റിംഗ് നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, സെബിയുടെ മിൻസ് ഓഫ് മീറ്റിങ്ങിൻ്റെ അകത്ത് ചില പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സ്, ഇപ്പോൾ ഇന്നും ഒരു പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സൊക്കെയാണ്, സെറോദയല്ല, അവർ വരുന്നതിന് മുമ്പ് അന്ന് അവർ പറഞ്ഞിരുന്നത് കൺകറൻറ്റ് ട്രേഡേഴ്സിനേക്കാളും 50% കൂടുതൽ IT ഇൻഫ്രാസ്ട്രക്ചർ ഹാൻഡിൽ ചെയ്യാനുള്ളത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഏറ്റവും വലിയൊരു കാര്യം കൺകറൻറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം എത്ര പേര് ഓൺലൈനായിട്ട് ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ളത്. ഈ എത്ര സമയം ഒരേ സമയം ആക്റ്റീവായിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കും ലിസ്റ്റും ഒക്കെ കൊടുക്കുന്നത് ബ്രോക്കറാണ്. അപ്പോൾ അതിനകത്ത് മാനിപ്പുലേഷൻ വളരെ പോസിബിളാണ്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് ക്ലയൻസ് എത്ര ഉണ്ടെന്ന് ഉള്ളത് ബ്രോക്കർ വെറുതെ നമ്പർ പറയുന്നതല്ല. അത് ഡെപ്പോസിറ്ററിയുടെ അടുത്തും എക്സ്ചേഞ്ചിൻ്റെ അടുത്തും ഒക്കെ ഇതിൻ്റെ ഡേറ്റയുണ്ട്. അപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ പല ബ്രോക്കേഴ്സും പൂർവ്വകാലങ്ങളിൽ എതിർത്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു പ്രപ്പോസലായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ക്ലയൻസിൻ്റെ 50 ഇരട്ടിയും കൂടുതൽ, 50% കൂടി കൂടുതൽ വേണമെന്നുള്ളത് ഇപ്പോൾ സെബിയുടെ ഫ്രെയിംവർക്കിൻ്റെ അകത്ത് പ്രപ്പോസലായിട്ട് പറയുന്നു. നല്ലൊരു കാര്യം തന്നെ. ഇതുകൂടാതെ മറ്റ് ചില സജഷൻസ് അടുത്ത കൺസൾട്ടൻസി പേപ്പേഴ്സിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിരുന്നത്, ഒന്ന് ലൈവായിട്ടുള്ള ആക്റ്റീവ് കൺകറൻറ്റ് ട്രേഡേഴ്സിൻ്റെ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം എല്ലാ ബ്രോക്കിംഗ് ഹൗസിൻ്റെയും ആപ്പിൻ്റെയോ അല്ലെങ്കിൽ വെബ് വേർഷൻ്റെ മുകളിൽ എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ബ്രോക്കറുടെയും ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 90% പേരും നഷ്ടത്തിലായിരുന്നു കലാശിച്ചത് എന്നുള്ള ഒരു ബാനർ നിങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒന്ന് കാണിക്കണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർക്ക് മാക്സിമം 1,00,000 പേരെയാണ് ഒരേ സമയം സെർവ് ചെയ്യാൻ കഴിയുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളതിൻ്റെ അകത്ത് 99,891 ആളായിട്ട് ലൈവായിട്ട് നിൽക്കുന്നു എന്ന് കരുതുക. ഇത് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നത് പോലെയാണ്. അതായത് ഇതിൻ്റെ ത്രഷോൾഡിൻ്റെ ഏകദേശം മുകളിലേക്ക് എത്തി,
അപ്പോൾ ഏത് സമയവും നിങ്ങളുടെ സർവീസ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ സെൽ ഓർഡറും ബൈ ഓർഡറും ഒക്കെ നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കുന്നത് പോലെ അതങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കോഷ്യസ് ആവും, അലേർട്ട് ആവും, ട്രേഡ് എടുക്കാതിരിക്കുകയോ ഉള്ള ട്രേഡ് നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്യുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യും. അപ്പം ഇന്നത്തെ രീതിയിൽ നമുക്കിതൊന്നും അറിയാൻ യാതൊരു വഴിയില്ല. ഇതുകൂടാതെ മറ്റൊന്ന് കൺസൾട്ടൻസി പേപ്പറിൻ്റെ അകത്തുള്ളത് ലാസ്റ്റ് ടെക്നിക്കൽ ഗ്ലിച്ച് എന്നാണ് നടന്നതെന്നും കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ടെക്നിക്കൽ ഗ്ലിച്ചസ് സാങ്കേതികമായിട്ടുള്ള വിഷമതകൾ എത്ര തവണ നേരിട്ടു എന്നുള്ളതും എല്ലാ ബ്രോക്കറുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ളതും മൊബൈൽ ആപ്പിലും വെബ് വേർഷനിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ള പ്രപ്പോസലാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു കാര്യം തന്നെ. ബ്രോക്കറെ ജനങ്ങൾ ചെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ്, കസ്റ്റമർ ആവുന്നതിന് മുമ്പ് ബ്രോക്കറുടെ കോമ്പിറ്റൻസി, IT കോമ്പിറ്റൻസി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി അതുവഴി തുറന്നു കിട്ടും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് അവസാനത്തെ ഭാഗം. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് വളരെ ഇംപ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒന്നിലേറെ ട്രേഡിംഗ് അക്കൗണ്ട്സ് നിങ്ങൾ കൺകറൻ്റായിട്ട് ഉപയോഗിക്കുക ഒരേ സമയം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറോദ ഉണ്ടെങ്കിൽ ആ കൂടെ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ ഉപയോഗിക്കാം. അപ്പോൾ സെറോദ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ടെക്നിക്കലായിട്ട് ഡൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽ യൂസ് ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്യാം. ഉദാഹരണമായിട്ട് നിങ്ങൾ 20,000 ഒരു കോൾ ഓപ്ഷൻ നിഫ്റ്റി നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. 10 രൂപയ്ക്ക് വാങ്ങിച്ചു, ഇപ്പോൾ അതിന് 20 രൂപയായി നിങ്ങൾ വിൽക്കാൻ നോക്കുന്നു സെറോദയിൽ. അത് നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചലിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? അത് പോയിട്ട് നിങ്ങൾക്ക് ഏഞ്ചലിൽ പോയി സെല്ല് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ ഇത് അപ്രായോഗികമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ സെറോദയിൽ നിങ്ങൾ വാങ്ങിച്ചത് 10 രൂപയുടെ സാധനമാണ് വാങ്ങിച്ചതെങ്കിൽ നിങ്ങൾ 500 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചത്. ഏഞ്ചലിൽ പോയിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇത് ഒരു ലോട്ട് വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള മാർജിൻ നിങ്ങൾ പേ ചെയ്യണം. കാരണം നിങ്ങൾ അവിടെ ഒരു റൈറ്ററാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സമയവും അവിടെ ഈ ഒരു ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്ത് വെക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ക്യാപിറ്റലിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഡെഡായിട്ട് കിടക്കുന്ന ആ ക്യാപിറ്റലും കൂടി കണക്കിലെടുത്തിട്ടുള്ള റിട്ടേൺസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റെപ്പ് അപ്രായോഗികമാണ് എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ ട്രേഡിംഗ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറഞ്ഞ ട്രേഡിംഗ് ഇൻ്റർഫേസും ഒന്നും വെച്ചിട്ട് സ്കാൽപ്പിങ്ങിന് പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്കാൽപ്പിങ്ങിന് ഈ പറഞ്ഞ പോലെ ടൈം ഒരു വലിയ ഫാക്ടറാണ്. ഞാൻ പലപ്പോഴും കവലയും കണ്ടിട്ടുണ്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ സ്കാൽപ്പ് ചെയ്യുന്നവർ. പക്ഷേ സ്കാൽപ്പിംഗ് ഒരു റിസ്കി ബിസിനസ്സാണ്. കാരണം നിങ്ങൾക്കെല്ലാം ഫേവറബിളായിട്ട് വന്നാൽ പോലും, നിങ്ങൾക്ക് അനുകൂലമായി വന്നാൽ പോലും ബ്രോക്കർ കൂടി കനിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ സറൗണ്ടിങ്സ് എല്ലാം നന്നായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് ബെനിഫിറ്റ് ലഭിക്കില്ല. നിങ്ങൾ 10 ട്രേഡ് നടത്തി കിട്ടിയ ലാഭം ചിലപ്പോൾ ഒറ്റ ട്രേഡ് കൊണ്ട് ഇല്ലാണ്ടായി പോയേക്കാം. അപ്പോൾ നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസും എങ്ങനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും എന്നുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മളുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളും അവ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് യൂട്യൂബ് കണ്ടിട്ട് നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ താന്നു പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. മറ്റൊരു നമുക്ക് വീണ്ടും കാണാൻ. അതുവരെ നന്ദി, നമസ്കാരം.